1983 ജൂൺ 25 ലോർഡ്സിലെ മൈതാനത്ത് വെള്ളക്കുപ്പായമണിഞ്ഞ ചെകുത്താന്മാർ ഇന്ത്യക്കൊരു അത്ഭുത വിരുന്നൊരുക്കി. വിഭജനത്തിന്റെയും കലാപങ്ങളുടെയും മുറിവുണങ്ങാത്ത ഇന്ത്യൻ മണ്ണിലേക്ക് ആ ചെകുത്താന്മാർ ഉന്മാദ നദിയെ ഒഴുക്കിവിട്ടു. കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ക്രിക്കറ്റ് ലോക കിരീടം സ്വന്തമാക്കി. ഹാട്രിക് സ്വപ്നവുമായി ഇറങ്ങിയ ക്ലൈവ് ലോയിസിന്റെ കരീബിയൻ പടയെ കടപുഴക്കി ഇന്ത്യ നേടിയ മാസ്മരിക വിജയം. പിറ്റേന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങൾ ലോർഡ്സിനെ ത്രസിപ്പിച്ച ഇന്ത്യയുടെ വെള്ളപ്പറവകളെ കപിൽസ് ഡെവിൾസ് എന്ന് വിശേഷിപ്പിച്ചു. വറുതികളും ആകുലതകളും നിറഞ്ഞ ഇന്ത്യൻ മധ്യവർഗത്തിന്റെ ധമനികളിൽ ക്രിക്കറ്റ് ഒരു ലഹരിയായി ആളിപ്പടർന്നത് അന്നു മുതലാണ്. അവിടുന്ന് അങ്ങോട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് വളരുകയായിരുന്നു. ക്രിക്കറ്റിന്റെ സൗരയൂഥത്തിൽ സച്ചിൻ എന്നൊരു നക്ഷത്രം പിറന്നു. ആദ്യ ലോക കിരീടം സ്വന്തമാക്കി മടങ്ങിയെത്തിയ ടീം അംഗങ്ങൾക്ക് പാരിതോഷികം നൽകാൻ പാടുപെട്ട BCCI പണക്കൊഴുപ്പിന്റെ കേന്ദ്രമായി മാറി. കളിക്കും കളിക്കാർക്കും ബോളിവുഡിനേക്കാൾ പകിട്ടേറി. നേർത്ത മഞ്ഞിന്റെ കരിമ്പടമണിഞ്ഞ ലോർഡ്സിൽ ക്രിക്കറ്റ് ലോക കിരീടം കപിൽ കൈകളിൽ ഏറ്റുവാങ്ങുമ്പോൾ ഗാലറികളിൽ ഇന്ത്യൻ ആരവങ്ങൾ വളരെ കുറവായിരുന്നു. ലോർഡ്സിലെ കളി ടെലിവിഷനിലൂടെ തത്സമയം കാണാൻ ഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും സ്വന്തമായി ടെലിവിഷനും ഉണ്ടായിരുന്നില്ല. പശ്ചിമ ഡൽഹിയിലെ ഒരു ജൂനിയർ അഭിഭാഷകനായ പ്രേം കോഹ്ലിയും അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു. ചെറുപ്പക്കാരനായ ആ വക്കീലിന്റെ ജീവിത സാഹചര്യങ്ങൾ അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. കിഷോർ ദാദയുടെയും മുഹമ്മദ് റാഫിയുടെയും വിഷാദ ഗാനങ്ങൾ അയാൾക്കായി മൂളിക്കൊണ്ടിരുന്ന ട്രാൻസിസ്റ്ററിലൂടെ ആരവങ്ങൾ പുറത്തേക്കൊഴുക്കി. ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ അയാളുടെ കണ്ണുകളിലും ആനന്ദം കണ്ണീരായി ഉറഞ്ഞു. ആ വിശ്വവിജയത്തിന് 36 വർഷങ്ങൾക്കിപ്പുറം ലോർഡ്സ് മൈതാനത്ത് നീലക്കുപ്പായമണിഞ്ഞ് ഇന്ത്യൻ സംഘം വീണ്ടും ലോകകപ്പ് കളിക്കാനിറങ്ങി. കപിലിന്റെ ചെകുത്താന്മാർ ക്രിക്കറ്റ് സമവാക്യങ്ങൾ തിരുത്തി കുറിച്ച അതേ മണ്ണിൽ ഇത്തവണ അമരക്കാരൻ പ്രേം കോഹ്ലിയുടെ മകനായിരുന്നു. ഇന്ത്യ ആദ്യ വേൾഡ് കപ്പ് ക്രിക്കറ്റ് സ്വന്തമാക്കുമ്പോൾ പ്രേം കോഹ്ലി 2 കുട്ടികളുടെ അച്ഛനായിരുന്നു. 4 വയസ്സുകാരി ഭാവനയും 2 വയസ്സുകാരൻ വികാസും. കപിലും കൂട്ടരും കപ്പ് കൈയടക്കിയതോടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക വീടുകളിലും കളിപ്പാട്ട കൂമ്പാരത്തിൽ ബാറ്റും ബോളും ഇടം നേടി. പതിവ് തെറ്റിക്കാതെ പ്രേം മക്കൾക്കായി ബാറ്റും ബോളും വാങ്ങി. പക്ഷേ ഭാവനയും വികാസും കളിക്കമ്പക്കാരായിരുന്നില്ല. പിന്നെയും ഒരു 5 വർഷം കഴിഞ്ഞ് പ്രേമിനും ഭാര്യ സരോജിനും ഒരു ആൺകുഞ്ഞു കൂടി പിറന്നു. അവരവന് വിരാട് എന്ന് പേരിട്ടു. ഇളയ കുഞ്ഞിനോട് പ്രേമിന് ഒരൽപ്പം വാത്സല്യ കൂടുതലുണ്ടായിരുന്നു. മൂത്ത സഹോദരങ്ങളെക്കാൾ അച്ഛനായിരുന്നു അവന്റെ കളിക്കൂട്ടുകാരൻ. കളിപ്പാട്ട കൂമ്പാരത്തിലെ കാറും പാവകളും ഒന്നും അവനെ ഒട്ടും ആകർഷിച്ചില്ല. ജോലി കഴിഞ്ഞ് അച്ഛൻ വീട്ടിലെത്തുമ്പോൾ വിരാട് ബാറ്റും എടുത്ത് അച്ഛനടുത്തെത്തും. അച്ഛനായിരുന്നു അവന്റെ ബൗളർ. 3-ാം വയസ്സു മുതൽ വിരാട് അച്ഛന്റെ പന്തുകളെ തടുത്തു തുടങ്ങി. പന്തിന് വേഗം പോരെന്ന് പറഞ്ഞ് അവൻ കലഹിക്കാൻ തുടങ്ങി. പതിയെ പ്രേം വേഗം കൂട്ടി. അവനാകട്ടെ അവന്റെ ബൗണ്ടറികളുടെ എണ്ണവും കൂട്ടി. പശ്ചിമ ഡൽഹിയിലെ ഉത്തം നഗറിലെ അവരുടെ വീട് ചെറുതായിരുന്നു. പ്രദേശത്തെ താമസക്കാർ ഏറെയും അവരെ പോലെ തന്നെ സാധാരണക്കാർ. അവരുടെ ഇളയ മകന്റെ ആദ്യ ക്രീസ് ആ വീടായിരുന്നു. വികൃതിയും ക്രിക്കറ്റുമായിരുന്നു അവന്റെ 2 വിനോദങ്ങൾ. അല്പമൊന്ന് വളർന്നതോടെ അവൻ കളിക്കാനായി തെരുവിലേക്കിറങ്ങി. 100 കോടിയോളം വരുന്ന ഇന്ത്യക്കാർക്ക് സച്ചിൻ ദൈവമായി മാറിയ കാലമായിരുന്നു അത്. ശുഭിത യൗവനങ്ങൾ സച്ചിന്റെ കളി കണ്ട് ക്രിക്കറ്റുമായി പ്രണയത്തിലേർപ്പെട്ട കാലം. മറാത്തി കവിയുടെ ഇളയ മകൻ ഒരു ജനതയുടെ സന്തോഷ തുരുത്തായി മാറി. പഠന മുറികളിലെ മികവുകളേക്കാൾ രക്ഷിതാക്കൾ മക്കളുടെ കളിമിടുക്കിന് മാർക്കറ്റ് തുടങ്ങി. സച്ചിനെ പോലെ മക്കൾ ക്രിക്കറ്റ് കളിച്ചു കാണാൻ അച്ഛനമ്മമാർ ആശിച്ചു തുടങ്ങി. വീട്ടുമുറ്റങ്ങളിലും മൈതാനങ്ങളിലും തെരുവോരങ്ങളിലും കുട്ടികൾ ബാറ്റ് വീശി. സച്ചിനിലൂടെ ക്രിക്കറ്റ് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ വിനോദമായി മാറി. ഈ മാറ്റം മനസ്സിലാക്കിയിട്ടെന്ന പോലെ ഇന്ത്യയിലുടനീളം ക്രിക്കറ്റ് ക്ലബ്ബുകൾ മുളച്ചു. അപ്പോഴേക്കും പ്രേം കോഹ്ലിയുടെ വീട്ടിൽ ടെലിവിഷൻ എത്തി. ഇളയ മകനെ അരികിലിരുത്തി പ്രേം ടെലിവിഷനിൽ കളികൾ കാണും. സച്ചിനായിരുന്നു ആ അച്ഛന്റെയും മകന്റെയും സൂപ്പർ ഹീറോ. 1998 ഷാർജയിൽ നടന്ന കൊക്കക്കോള കപ്പിൽ സച്ചിന്റെ സ്ഫുടം ചെയ്ത പ്രകടനം അവർ ഒന്നിച്ചിരുന്നു കണ്ടു. ആ ദിവസത്തോടെ വിരാട് ഉറപ്പിച്ചു, ക്രിക്കറ്റാണ് അവന്റെ വഴിയെന്ന്. സച്ചിന്റെ കവർ ഡ്രൈവുകൾ അവൻ അനുകരിച്ചു തുടങ്ങി. മകന്റെ കളിക്കമ്പം കാര്യമാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രേം പിന്നെ ഒട്ടും വൈകിച്ചില്ല. അങ്ങനെ ആ മെയ് മാസത്തിലെ വേനൽ തീ പോലെരിഞ്ഞ പകലിൽ മകന്റെ കൈപിടിച്ച് പ്രേം വെസ്റ്റ് ഡൽഹിയിലെ ക്രിക്കറ്റ് ക്യാമ്പിലെത്തി. പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് വിരാട് കാലെടുത്തു
കാലെടുത്തു വെച്ച ആ ബുദ്ധ പൂർണിമ നാൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ മറ്റൊരു തരത്തിലാണ് രേഖപ്പെട്ടത്. ഇന്ത്യ പൊക്രാനിൽ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയ ദിവസമാണെന്ന്. ലോക പോലീസിന്റെ കുപ്പായം സ്വയം അണിഞ്ഞ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ഇന്ത്യ ആണവ പരീക്ഷണം വിജയകരമായി നടപ്പാക്കിയത് അതേ ദിവസമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വിശാല ഭൂമികയിൽ ബാറ്റ് കൊണ്ട് വിശുദ്ധ സ്ഫോടനങ്ങൾ തീർക്കാൻ ഒരു പ്രതിഭ ഉരുവം കൊള്ളുകയായിരുന്നു അവിടെ. വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ ടീമിലെത്തിയ പ്രതിഭകൾ ഏറെയാണ്. വീരേന്ദ്ര സേവാഗ്, ഗൗതം ഗംഭീർ, ആശിഷ് നെഹ്റ, ശിഖർ ധവാൻ എന്നിങ്ങനെ ഇഷാന്ത് ശർമ്മ വരെയുള്ള കളിക്കാർ. കളിച്ചു വളരാൻ ആവശ്യമായ ഊർജവും ചുറുചുറുക്കും മകനിലുണ്ടെന്ന് പ്രേമിന് ഉറപ്പായിരുന്നു. കളിയിലെ സാങ്കേതിക തികവാണ് ഇനി അവന് വേണ്ടത്. ഏറ്റവും മികച്ച പരിശീലനം തന്നെ അവന് നൽകണമെന്ന് അദ്ദേഹം അത്രയേറെ ആഗ്രഹിച്ചു. വെസ്റ്റ് ഡൽഹി ക്രിക്കറ്റ് അക്കാദമിയിലെ പരിശീലകനായ രാജ്കുമാർ ശർമ്മയുടെ പേരാണ് പലരും അയാൾക്ക് നിർദ്ദേശിച്ചത്. അക്കാദമിയിലേക്ക് പ്രവേശനം നേടാൻ 250ഓളം കുട്ടികളാണ് അന്നേ ദിവസം അവിടെ എത്തിയത്. കൗണ്ടറിലെ രജിസ്റ്ററിൽ ആവേശത്തോടെ പേരെഴുതി ചേർത്ത 10 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ആ മിടുക്കനെയും ആ നിമിഷത്തെയും രാജ്കുമാർ ശർമ്മ ഇങ്ങനെയാണ് ഓർക്കുന്നത്. ബാറ്റ്സ്മാൻ ആകാനായിരുന്നു അവന്റെ ആഗ്രഹം. സംസാരിക്കാൻ മടിയുള്ള നാണക്കാരൻ. പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ മാറി മറഞ്ഞു. മൈതാനത്ത് അവനൊരു കാട്ടു കുതിരയായിരുന്നു. ക്രീസിൽ വന്യമൃഗത്തിന്റെ ജനിതക ഘടനയോടെ അവൻ പന്തുകളെ നേരിട്ടു. 10 ദിവസത്തിനുള്ളിൽ പ്ലേ മേക്കേഴ്സ് അക്കാദമിക്കെതിരെ അണ്ടർ 14 ടീമിൽ അവൻ ഇടം നേടി. ആ പരുക്കൻ പിച്ചിൽ ഒരു തികഞ്ഞ കളിക്കാരന്റെ കൈവഴക്കത്തോടെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ അവനൊരു സിക്സർ തൊടുത്തുവിട്ടു. 10 വയസ്സു തികഞ്ഞിട്ടില്ലാത്ത ഒരു ചെറിയ ആൺകുട്ടിക്ക് പുറത്തെടുക്കാവുന്ന ഏറ്റവും മികച്ച ഷോട്ടായിരുന്നു അത്. മാനത്തേക്ക് ഉയർന്നു പൊങ്ങിയ ആ പന്ത് ബൗണ്ടറിക്കപ്പുറം നിലം തൊടും മുമ്പേ അയാൾ ഉറപ്പിച്ചു, ഇവനൊരു ചാമ്പ്യൻ ആകുമെന്ന്. ആ പരിശീലകന് തെറ്റിയില്ല. ഉത്തം നഗറിലെ വീട്ടിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് അക്കാദമി. അച്ഛന്റെ പഴയ സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് മുടക്കമില്ലാതെ അവൻ അക്കാദമിയിലെത്തും. മഴയിലും വെയിലിലും വിരാട് പരിശീലനം തുടർന്നു. വിശ്രമിക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. സംസാരം തീരെ കുറവ്. പരിശീലകന്റെ നിർദ്ദേശങ്ങൾ അവൻ മുടക്കമില്ലാതെ അനുസരിച്ചു. തെറ്റുകൾ വരുത്തും. പക്ഷെ ഒരേ തെറ്റ് ഒന്നിലധികം തവണ അവൻ ആവർത്തിക്കാറുണ്ടായിരുന്നില്ല. മുറികൾക്കുള്ളിലും ചെറു മൈതാനങ്ങളിലും മാത്രം ക്രിക്കറ്റ് കളിച്ചു ശീലിച്ച 10 വയസ്സുകാരനെ ഡൽഹി ജൂനിയർ ക്രിക്കറ്റ് സർക്കിളിലെ ഏറ്റവും മികച്ച കളിക്കാരനായി വാർത്തെടുത്തത് രാജ്കുമാറാണ്. അവന്റെ ശ്രദ്ധ ക്രിക്കറ്റിലല്ലാതെ മറ്റൊന്നിലും പതിയാതിരിക്കാൻ അയാൾ വേണ്ട മുൻകരുതലുകളെല്ലാം എടുത്തു. വിരാട് ഒരിക്കലും അയാളെ നിരാശപ്പെടുത്തിയില്ല. അവനേക്കാൾ പൊക്കവും തടിയുമുള്ള മുതിർന്ന കുട്ടികളായിരുന്നു അക്കാദമിയിൽ വിരാടിന്റെ സഹകളിക്കാർ. അവരുടെ ബൗൺസറുകളെ അടിച്ചു ബൗണ്ടറി കടത്തി വിരാട് അക്കാദമിയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പ്രതിഭയായി വളർന്നു. പരിശീലന സമയം കഴിഞ്ഞാലും പന്തെറിഞ്ഞും തട്ടിയും വിരാട് ഗ്രൗണ്ടിൽ തുടരും. ഇരുട്ടും മുമ്പ് അവനെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പലപ്പോഴും രാജ്കുമാറിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. രാജ്കുമാറിന്റെ ധാരണകൾ തെറ്റിയില്ല. ജൂനിയർ ക്രിക്കറ്റ് സർക്കിളുകളിൽ വിരാടിന്റെ കളിമിടുക്ക് ചർച്ച ചെയ്യപ്പെട്ടു. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷന്റെ അണ്ടർ 14 ടീമിലേക്കുള്ള സെലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു അത്. പിന്തള്ളപ്പെടുകയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾ തെറ്റി. അസോസിയേഷനിലെ സ്വജന പക്ഷപാതത്തോടും സാമ്പത്തിക സ്വാധീനത്തോടും മത്സരിച്ചു ജയിക്കാൻ പ്രതിഭ മാത്രം കൈമുതലായുള്ള ആ മിടുക്കന് കഴിഞ്ഞില്ല. പിൻവാതിലിലൂടെ മകന് വളരാനുള്ള വഴിയൊരുക്കാൻ അവന്റെ അച്ഛൻ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന് ടീമിൽ ഇടമുറപ്പിക്കാനായേനെ. കൈക്കൂലി കൊടുത്താൽ മകനെ ടീമിൽ എടുക്കാമെന്ന് പറഞ്ഞ അസോസിയേഷൻ ഭാരവാഹികളോട് പ്രേം കോഹ്ലി കയർത്തു. ടീമിൽ ഇടം നേടാൻ എന്റെ മകന്റെ കഴിവ് മാത്രം കണക്കിലെടുക്കൂ. നിങ്ങൾക്ക് തരാൻ മറ്റൊന്നും എന്റെ പക്കലില്ല. വിട്ടുവീഴ്ചയ്ക്ക് പ്രേം തയ്യാറായിരുന്നില്ല. ആ പിന്തള്ളപ്പെടൽ വിരാടിനെ തളർത്തി. കരഞ്ഞും പരാതിപ്പെട്ടും അവൻ മൈതാനത്തേക്ക് ഇറങ്ങാതെ മുറിക്കുള്ളിൽ അടച്ചിരുന്നു. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവന്റെ ഉത്സാഹം തിരികെ കൊണ്ടുവരാൻ പരിശീലകർ ദിവസങ്ങളോളം ശ്രമിച്ചു. നടുക്കടലിൽ നങ്കൂരമില്ലാതെ അലഞ്ഞ കപ്പൽ പോലെയായിരുന്നു ആ നാളുകളിൽ വിരാട്. അച്ഛൻ എന്ന കപ്പിത്താന്റെ കരുത്തിൽ തീരമണയുന്ന ജലനൗകയായിരുന്നു അവനെന്നും. നിരാശയാൽ തകർന്ന മകനെ പ്രേം ആശ്വസിപ്പിച്ചു. പ്രതിസന്ധികളിൽ തളരുന്നവർ പ്രതിഭകളാവില്ല എന്നയാൾ അവനെ ഓർമ്മപ്പെടുത്തി. ആ അച്ഛന് മകന്റെ പ്രതിഭയിൽ അത്രത്തോളം മതിപ്പും ഉറപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. സ്വയം ഒഴുകുന്ന നദിയായി തീരാൻ പ്രേം മകനെ പാകപ്പെടുത്തുകയായിരുന്നു. പ്രതിബന്ധങ്ങളെ ചെറുത്ത് നാടിനു വേണ്ടി ഒരു നാളവൻ പാരണിയുമെന്നയാൾ വിശ്വസിച്ചു. അച്ഛന് തന്നിലുള്ള വിശ്വാസം വിരാടിനെ നിരാശയിൽ നിന്നുയർത്തി. അവൻ പരിശീലനം
വീണ്ടും തുടങ്ങി. പ്രേം കോഹ്ലിയുടെ വിശ്വാസം തെറ്റിയില്ല. തുടർന്നു വന്ന സീസണിൽ അണ്ടർ 15 ടീമിൽ വിരാട് ഇടം നേടി. ഫ്ലിക് സ്ട്രോക്കുകളും കവർ ഡ്രൈവുകളും കൊണ്ട് അവൻ ഗാലറികളെ ത്രസിപ്പിച്ചു. അച്ഛന്റെ ആത്മവിശ്വാസമായിരുന്നു കളിക്കളത്തിൽ അവന്റെ കരുത്ത്. ഗാലറികളിൽ തിരമാലകളായി ഉയർന്ന സച്ചിൻ സച്ചിൻ എന്ന ആരവങ്ങളുടെ അനന്തരാവകാശിയായ മറ്റൊരു മൂന്നക്ഷര പദമായി വിരാട് മാറിയത് അങ്ങനെയാണ്. തണുപ്പേറിയ ഒരു മഞ്ഞുകാലമായിരുന്നു അത്. കടന്നുപോയ വസന്തത്തിന്റെ അടയാളങ്ങളെ ഒന്നൊഴിയാതെ അത് മായ്ച്ചു കളഞ്ഞു. ഡൽഹിയിലെ നിരത്തുകളെയും ഉത്തം നഗറിലെ ആ മധ്യവർഗ കുടുംബത്തെയും അത് ഒരുപോലെ മരവിപ്പിച്ചു. ആഭ്യന്തര ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് വിരാട് കോഹ്ലി എന്ന 21ാം നൂറ്റാണ്ടിന്റെ താരം കടന്നു വരുന്നത് ആ ശിശിരത്തിലാണ്. 2006 നവംബർ. കളിക്കളത്തിൽ വലിയൊരു മോഹം സഫലമാക്കാൻ വിരാടിന് അനുമതി കൊടുത്ത വിധി ജീവിതത്തിന്റെ വസന്തകാലത്തെ മറയ്ക്കാൻ കൊടും ശൈത്യത്തിന്റെ മേലാപ്പൊരുക്കുകയായിരുന്നു. ആ ശിശിരം പ്രേം കോഹ്ലിക്ക് വളരെ മോശം കാലമായിരുന്നു. മധ്യവർഗക്കാരന്റെ ജീവിത സ്വപ്നങ്ങൾ അയാളെ അലട്ടിയിരുന്നു. ജീവിതം പച്ച പിടിപ്പിക്കണമെന്ന മോഹം, വാടക വീട്ടിലെ താമസം, കുടുംബ ചെലവുകൾ. അയാൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഓൺലൈൻ ഓഹരി വിപണിയിൽ ഭാഗ്യ പരീക്ഷണം നടത്തി. ഇടപാടുകൾ പിഴച്ചു. പ്രതീക്ഷകൾ അസ്തമിച്ചു. കടം പെരുകി. പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെയായി. പ്രേം മാനസികമായി തകർന്നു. വിഷാദത്തിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും അയാൾ കൂപ്പുകുത്തി. ആകുലതകളിലും അയാളുടെ അഭയം ഇളയ മകനായിരുന്നു. എല്ലാം കൈവിട്ടെന്നുറപ്പായപ്പോഴും അയാൾ പിടിച്ചു നിന്നത് അവന്റെ കളിമിടുക്ക് കണ്ടാണ്. ഒരു ദിവസം വിരാട് പതിവ് പോലെ അക്കാദമിയിൽ പരിശീലനത്തിന് പോയതാണ്. തിരികെ എത്തിയപ്പോൾ വീട്ടിൽ ആരുമില്ല. അച്ഛന് സുഖമില്ലാതെ അദ്ദേഹത്തെയും കൊണ്ട് എല്ലാവരും ആശുപത്രിയിലേക്ക് പോയതാണ്. അവൻ അങ്ങോട്ടേക്ക് ഓടി. ആശുപത്രി കിടക്കയിൽ അച്ഛൻ. അന്നോളം അവൻ കണ്ടിട്ടുള്ള ഏറ്റവും ധൈര്യവാനായ ശുഭാപ്തി വിശ്വാസിയായ മനുഷ്യൻ, വിരാടിന്റെ സൂപ്പർ ഹീറോ. പക്ഷെ ആ വൈകുന്നേരം ആശുപത്രി കിടക്കയിൽ അവൻ കണ്ടത് അങ്ങനെ ഒരാളെ ആയിരുന്നില്ല. മസ്തിഷ്കാഘാതം പിടിപെട്ട് തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ ഇടതുവശത്തിന്റെ ചലനശേഷിയും ഇടതുകണ്ണിന്റെ കാഴ്ചയും അദ്ദേഹത്തിന് നഷ്ടമായി. അബോധാവസ്ഥയിൽ പ്രേം മകനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂടി. ശസ്ത്രക്രിയയും കുറച്ചു ദിവസത്തെ ആശുപത്രി വാസവും കഴിഞ്ഞ് പ്രേം കോഹ്ലി വീട്ടിൽ മടങ്ങിയെത്തി. വിധി ഏറ്റവും കടുപ്പമേറിയ വടി കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ആ ദിവസങ്ങളിൽ ഒന്നാണ് വിരാടിന് ഡൽഹി രഞ്ജി ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത്. അച്ഛനോട് സന്തോഷം പങ്കുവച്ചു. ബോധം മരവിച്ച വേളയിൽ പോലും ആ വാർത്ത അയാളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. തനിക്കൊപ്പം പന്ത് തട്ടിക്കളിച്ച കുരുന്ന് വളർന്നിരിക്കുന്നു. ഉത്തം നഗറിലെ തെരുവിൽ നിന്ന് അവൻ വിഖ്യാതമായ മൈതാനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നു. കടബാധ്യതകളുടെയും നഷ്ടങ്ങളുടെയും നേറുന്ന യാഥാർത്ഥ്യത്തിനിടയിൽ പ്രേം കോഹ്ലി മകന്റെ കരുത്തിൽ ജീവിതത്തെ മുറുകെ പിടിച്ചു. കായിക താരത്തിന് കായികക്ഷമതയോളം പ്രധാനമാണ് മനക്കരുത്ത്. വിരാടിന് അത് തെളിയിക്കാൻ കാലം അലിവില്ലാതെ ഒരവസരമൊരുക്കി. ഫിറോസ് ഷാ കോട്ട്ലയിൽ തമിഴ്നാടിനെതിരെയാണ് ആദ്യ മത്സരം. അതേ കളിയിലാണ് ഇഷാന്ത് ശർമ്മയും അരങ്ങേറിയത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വിരാടിന്റെ അരങ്ങേറ്റ മത്സരം 2006 നവംബറിലെ ഒടുവിലത്തെ ആഴ്ചയിലായിരുന്നു. പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. തമിഴ്നാടിന് വേണ്ടി മുരളി വിജയും എസ് ബദരിനാഥും ആദ്യമായി ക്രീസിലിറങ്ങിയ മത്സരം 347 റൺസിന് തമിഴ്നാട് ക്രീസ് ഒഴിഞ്ഞു. രജത് ഭാട്ടിയയും വിജയ് ദഹിയയും ശിഖർ ധവാനും ഡൽഹിക്കായി സെഞ്ചുറി നേടി. യോ മഹേഷിന്റെ പന്തിൽ 10 റൺസ് മാത്രമെടുത്ത് വിരാട് പുറത്തായി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വിരാടിന്റെ ആദ്യത്തെ പുറത്താകൽ. അടുത്ത മത്സരം ഉത്തർപ്രദേശിനെതിരെ. മികച്ച ഫുട്വർക്ക് വിരാട് പുറത്തെടുത്തു. പക്ഷേ 8 റൺസ് അകലെ ഹാഫ് സെഞ്ചുറി നഷ്ടപ്പെട്ട് അവൻ പുറത്തായി. പരമ്പരയിൽ ഡൽഹിയുടെ 3ാം മത്സരം ഫിറോസ് ഷാ കോട്ട്ലയിൽ തന്നെ. ബറോഡയ്ക്കെതിരെ 5 വിക്കറ്റ് നേടി ഇഷാന്ത് ശർമ്മയും 200 റൺസ് അടിച്ചുവാരിക്കൂട്ടി മായങ്ക് തെഹ്ലാനും കളിക്കളം കൈയടക്കിയ മത്സരത്തിൽ 21 റൺസായിരുന്നു വിരാടിന്റെ പങ്ക്. ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടിയെടുക്കാനാകാതെ 3 മത്സരങ്ങൾ കടന്നുപോയ നിരാശ വിരാടിനെ പിടികൂടി. അടുത്ത ചതുർദിന മത്സരം നിലവിലെ രഞ്ജി ചാമ്പ്യന്മാരായ കർണാടകയ്ക്കെതിരെ. കളിയുടെ 1ാം ദിവസം കർണാടക ക്രീസ് കൈയടക്കി. റോബിൻ ഉത്തപ്പയുടെ 161 റൺസിന്റെ പിൻബലത്തിൽ ആ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ കർണാടക 299 റൺസ് എടുത്തു. ഡിസംബർ 18 2ാം ദിവസം 446 റൺസിന് കർണാടക കളി അവസാനിപ്പിച്ചു. ബാറ്റിംഗ് തുടങ്ങിയ ഡൽഹിക്ക് പിഴച്ചു. 103-ന് 5 എന്ന നിലയിൽ ആ വൈകുന്നേരം കളി പിരിയുമ്പോൾ വിരാട് കോഹ്ലിയും പുനിത് ബിഷ്ടുമായിരുന്നു ക്രീസിൽ. വിരാടിന്റെ സ്കോർ 40.
പുനീത് 28. നല്ല കൂട്ടുകെട്ടിന്റെ തുടക്കം. ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കാൻ ഡൽഹിക്ക് ആ കൂട്ടുകെട്ട് നിലനിർത്തേണ്ടതായിരുന്നു. അതേ ലക്ഷ്യത്തോടെയാണ് വൈകുന്നേരം വിരാട് വീട്ടിലേക്ക് മടങ്ങിയത്. ഓരോ ദിവസത്തെയും കളി വിവരങ്ങൾ വിരാട് അച്ഛനടുത്തിരുന്ന് വിവരിക്കും. തന്റെ പാളിച്ചകളും പിഴവുകളും അവൻ അച്ഛനോട് തുറന്നു സമ്മതിക്കും. വലതുകൈ സാവധാനമുയർത്തി പ്രേം മകന്റെ തവിട്ടു നിറമുള്ള കോലൻ മുടിയിഴകളിൽ തഴുകും. അവന്റെ കണ്ണുകളിലെ ഒഴിയാത്ത കുട്ടിത്തരത്തിലേക്ക് നോക്കി അയാൾ ഓർമ്മകളിലേക്ക് ഒരു ചെറു യാത്ര നടത്തും. ആ രാത്രിയും അവൻ അച്ഛനരികിലിരുന്ന് കുറെ നേരം വർത്തമാനം പറഞ്ഞു. തൊട്ടടുത്ത ദിവസം ക്രീസിൽ കാത്തിരുന്ന വെല്ലുകളെ പറ്റി പറഞ്ഞു. 2006 ഡിസംബർ 19 പരിശീലകൻ രാജ്കുമാർ ശർമ്മയുടെ വീട്ടിലെ ടെലിഫോൺ നിർത്താതെ ശബ്ദിച്ചു. ഉറക്കച്ചടവിൽ അയാൾ ഫോൺ എടുത്തു. മറുതലയ്ക്കൽ വിരാടാണ്. ആ തണുത്ത പുലരിയിൽ ശീതക്കാറ്റിന്റെ അലകൾക്കിടയിലൂടെ ടെലിഫോൺ റിസീവറിൽ അയാൾ അവന്റെ ഇടറിയ ശബ്ദം കേട്ടു. സർ, അച്ഛൻ മരിച്ചു. അവൻ കരയുകയായിരുന്നില്ല. ആ ശബ്ദം നിസ്സംഗമായിരുന്നു. 9 വയസ്സുകാരനായ കോലൻ മുടിക്കാരന്റെ കൈപിടിച്ച് അക്കാദമിയിലേക്ക് കയറി വന്ന ആ അച്ഛന്റെ മുഖം രാജ്കുമാറിന്റെ മനസ്സിൽ നിറഞ്ഞു. എന്റെ മകന് നിങ്ങൾ പരിശീലകൻ മാത്രമല്ല, രക്ഷിതാവും കൂടിയാണ്. അച്ഛനെ നഷ്ടപ്പെടുകയെന്നാൽ അവന് ജീവിതം തന്നെ നഷ്ടമാവുക എന്നതാണെന്ന് മറ്റാരേക്കാളും നന്നായി രാജ്കുമാറിനറിയാം. അക്കാദമിയിലെ നിരന്തര സന്ദർശനങ്ങളിലൂടെ പ്രേം കോഹ്ലി രാജ്കുമാറിന്റെ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരുന്നു. മകനെ കൈനറ്റിക് ഹോണ്ടയുടെ പിന്നിലിരുത്തി ഡൽഹിയിലെ പല പല വഴികളിലൂടെ നാട് ചുറ്റാനിറങ്ങുന്ന പ്രേം കോഹ്ലി എന്ന ഉത്സാഹവാനായ അച്ഛനെ അയാൾ ഓർത്തു. മകനിലൂടെ അയാൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ ഓർത്തു. ആ ചിന്തകൾ അയാളുടെ കണ്ണുകളിൽ ഉറവയായി പൊടിഞ്ഞു. അവനെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു രാജ്കുമാർ. എന്തെങ്കിലും അവനോട് പറയും മുൻപ് മറുതലയ്ക്കിൽ നിന്ന് ചോദ്യമുയർന്നു. സാർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവന്റെ ചോദ്യം അയാളെ കുഴപ്പിച്ചു. വാക്കുകൾ വഴിമുട്ടുന്ന ചില വേളകൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടെന്നും അത്തരമൊരു അനുഭവത്തിലൂടെയാണ് താനപ്പോൾ കടന്നു പോകുന്നതെന്നും രാജ്കുമാർ മനസ്സിലാക്കുകയായിരുന്നു. ആരായാണ് ഞാൻ അവനോട് സംസാരിക്കേണ്ടത്? ചുമതലാബോധമുള്ള ഒരു രക്ഷിതാവായോ അതോ കണിശതയുള്ള ഒരു പരിശീലകനായോ? അയാൾ ആകെ കുഴങ്ങിപ്പോയി. ഞാൻ നിന്നെ തിരികെ വിളിക്കാം. മറ്റൊന്നും പറയാതെ അയാൾ ഫോൺ വെച്ചു. വിരാടിന് 2 ലോകമാണ് ഉള്ളതെന്ന് മറ്റാരേക്കാളും നന്നായി രാജ്കുമാറിന് അറിയാമായിരുന്നു. അതിലൊന്ന് തീർച്ചയായും ക്രിക്കറ്റ് ആയിരുന്നു. രണ്ടാമത്തേത് പ്രേം കോഹ്ലി എന്ന പിതാവും. ലോകം നഷ്ടപ്പെട്ട പോരാളിയോട് എന്താണ് പറയേണ്ടതെന്ന് അയാൾക്ക് ചിന്തിച്ചുറപ്പിക്കേണ്ടിയിരുന്നു. 2ാം ദിവസത്തെ കളി കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ വരാൻ പോകുന്ന മണിക്കൂറുകളിൽ വിധി റിസർവ് ബെഞ്ചിൽ നിന്ന് തന്റെ ജീവിതത്തിന്റെ ക്രീസിൽ ഇറങ്ങി തച്ചുടക്കാൻ പോകുന്ന സ്വപ്നങ്ങളെ പറ്റി വിരാടിന് യാതൊരു ധാരണയുമില്ലായിരുന്നു. 3 കളികളിലെ നിറം കെട്ട പ്രകടനങ്ങളെ കളിമിടുക്കുകൊണ്ട് മറികടക്കാനുള്ള ഒരു അവസരമാണ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. നന്നായി കളിക്കണം, ടീമിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റണം. ഇത് മാത്രമായിരുന്നു അവന്റെ സ്വപ്നം. നക്ഷത്ര വിളക്കുകൾ തെളിഞ്ഞ ആ രാത്രിയിൽ ശൈത്യം കണ്ണീര് പോലെ മഞ്ഞു പൊഴിച്ചു. പുലർച്ചെ അമ്മയുടെ കരച്ചിൽ കേട്ടാണ് വിരാട് ഉണർന്നത്. അച്ഛന്റെ മുറിയിലേക്ക് അവൻ ഓടി ചെല്ലുമ്പോൾ അയാൾ ജീവിതവുമായി ഒരു മൽപ്പിടുത്തത്തിലായിരുന്നു. അച്ഛന്റെ ശ്വാസഗതി അവനെ ഭയപ്പെടുത്തി. ശൈത്യം വാശിയോടെ തണുത്തുറഞ്ഞ പുലരിയിൽ വിരാടും സഹോദരങ്ങളും പുറത്തേക്കോടി. പ്രദേശത്തെ ഡോക്ടർമാരുടെ വാതിലുകളിൽ അവർ തട്ടി വിളിച്ചു. പക്ഷെ ആ തണുപ്പിൽ വാതിൽ തുറക്കാനോ പുറത്തിറങ്ങി വരാനോ ആരും കൂട്ടാക്കിയില്ല. ഒടുവിൽ ഒരു ആംബുലൻസിൽ അച്ഛനെ എടുത്തു കയറ്റുമ്പോൾ ശൈത്യത്തെക്കാൾ വലിയൊരു തണുപ്പ് അച്ഛന്റെ ഉടലിൽ നിന്ന് അവന്റെ സിരകളിലേക്ക് പടർന്നു. അതിന്റെ പേരായിരുന്നു മരണം. 54-കാരനായ പ്രേം കോഹ്ലി സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാകുന്നതുവരെ അരങ്ങിൽ തുടരാനുള്ള ക്ഷമ കാട്ടിയില്ല. ആ പുലരിയിൽ ആരവങ്ങൾ ഒഴിഞ്ഞ മൈതാനമായി. സരോജ് കോഹ്ലി എന്ന വീട്ടമ്മയുടെയും മക്കളുടെയും ജീവിതം മാറി. ഉത്തം നഗറിലെ വാടക വീട്ടിലെ വെറും നിലത്ത് പ്രേം കോഹ്ലി നിതാന്ത നിദ്രയിലാണ്ടു. ആ വീട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിലുയർന്നു. സരോജിന് ഭയം തോന്നി. തങ്ങളുടെ ഇളയ മകൻ പ്രേമിന്റെ ഇള്ളക്കുട്ടി. അവന്റെ കണ്ണുകളിൽ ഒരിറ്റ് കണ്ണീർ പൊടിയുന്നില്ല. അവന് കരയാതിരിക്കാനാവില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം അവൻ എന്നെന്നും അച്ഛന്റെ മകനായിരുന്നു. അച്ഛനായിരുന്നു അവന്റെ കളിക്കൂട്ടുകാരൻ. അവന്റെ കണ്ണുകളിലെ നിസ്സംഗത അമ്മയായ സരോജിനെ ഭയപ്പെടുത്തി. അച്ഛന്റെ മരണം വിരാട് ആദ്യം പങ്കുവച്ചത് പരിശീലകൻ സരോജ് കുമാർ ശർമ്മയോടായിരുന്നു. സാർ, ഞാൻ എന്തു ചെയ്യണം? അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക അയാൾക്കത്ര എളുപ്പമായിരുന്നില്ല. തിരിച്ചു വിളിക്കാമെന്ന വാക്കിൽ അയാൾ ഫോൺ വെച്ചു. 10 മിനിറ്റിന് ശേഷം പരിശീലകന്റെ വിളി
വിരാടിനെ തേടിയെത്തി. അവൻ അപ്പോഴും കരയുകയായിരുന്നില്ല. ഒരു രക്ഷിതാവിന്റെ അലിവോടെ അയാൾ അവനോട് ചോദിച്ചു, നിന്റെ തീരുമാനം എന്താണ്? എനിക്ക് കളിക്കണം, കൃത്യമായിരുന്നു അവന്റെ മറുപടി. രാജ്കുമാർ രക്ഷിതാവിൽ നിന്ന് പരിശീലകനിലേക്ക് ചുവടുമാറി. അതെ, നിനക്കിതൊരു അവസരമാണ്, നന്നായി കളിക്കൂ. ആ വാക്കുകൾ അയാളിലൂടെ തന്റെ അച്ഛൻ പറയുന്നതായാണ് അവന് തോന്നിയത്. പിൻവാതിലുകളിലൂടെയല്ല, മുൻവാതിലിലൂടെയാണ് പ്രതിഭകൾ അരങ്ങിലേക്ക് എത്തേണ്ടതെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛന് നൽകാവുന്ന ഏറ്റവും യോജിച്ച സമ്മാനം അതാണെന്ന് അവൻ ഉറപ്പിച്ചു. ആ രാവ് പുലർന്നു. ഡൽഹി ഡ്രസ്സിംഗ് റൂമിൽ വാർത്തയെത്തി. വിരാടിന് പകരമിറങ്ങാൻ ചൈതന്യനന്ദ പാടണിഞ്ഞു. പക്ഷെ 3-ാം ദിവസത്തെ കളി തുടങ്ങാൻ കൃത്യം 7:30 തന്നെ അവനെത്തി. അതെ, ഞാൻ കളിക്കുന്നു. അവന്റെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നില്ല, പകരം നിറഞ്ഞ നിശ്ചയദാർഢ്യം. ടീമിന്റെ പരിശീലകനും സഹകളിക്കാരും തിരികെ പോകാൻ അവർക്കാകും വിധം അവനെ നിർബന്ധിച്ചു. വിരാട് തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവൻ പുനീതിനൊപ്പം ക്രീസിലേക്ക് പുറപ്പെട്ടു. 281 മിനിറ്റ് അവൻ ക്രീസിൽ തുടർന്നു. 238 ബോളുകൾ നേരിട്ടു. 90 റൺസിനടുത്ത് ക്രീസിൽ തുടരവേ അമ്പയറുടെ തെറ്റായ തീരുമാനത്തിന്റെ ഫലമായി അവൻ പുറത്തായി. തല താഴ്ത്തി പവനിയിലേക്ക് മടങ്ങുമ്പോൾ വിരാട് ഒരു വീരനായകനാവുകയായിരുന്നു. അവന്റെ വീഴ്ചയിൽ എതിരാളികൾ ആഹ്ലാദിച്ചില്ല. കളിക്കളത്തിലും ജീവിതത്തിലും വിധിയുടെ പിഴച്ച തീരുമാനത്താൽ അവൻ വീണുപോയ ദിവസം. ഫിറോസ് ഷാ കോട്ല അപ്പോൾ 1999 ബ്രിസ്റ്റോളിലെ ലോകകപ്പ് മൈതാനത്തെ അനുസ്മരിപ്പിച്ചു. അച്ഛന്റെ മരണാന്തര ചടങ്ങുകൾ കഴിഞ്ഞെത്തിയ മകൻ സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ആ സായാഹ്നം കവിയായ അച്ഛനുള്ള മരണാന്തര സമ്മാനമായിരുന്നു. മറാത്തി സമൂഹത്തിന് അക്ഷരോന്മാദം സമ്മാനിച്ച രമേശ് ടെണ്ടുൽക്കർ എന്ന കവിക്ക് തന്റെ അച്ഛന് അതിനേക്കാൾ കാൽപ്പനികമായ മറ്റെന്ത് സമ്മാനമാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന ആ മകൻ നൽകേണ്ടിയിരുന്നത്? അമ്പയറുടെ തെറ്റായ തീരുമാനത്തിൽ കൈ അകലത്തിൽ സെഞ്ചുറി നഷ്ടമായി പവലിയനിലേക്ക് മടങ്ങിയ ആ 18-കാരനിൽ ഗാലറിയിലെ ജനക്കൂട്ടം സച്ചിന്റെ പിൻഗാമിയെ കണ്ടു. ചിതയിലെടുക്കും മുൻപ് അച്ഛന്റെ കീശയിൽ തന്റെ മുഖം മുദ്രണം ചെയ്ത ഒരു നാണയം സച്ചിൻ തിരികിയിരുന്നു. ജീവിച്ചിരിക്കെ പ്രേം കോഹ്ലിക്ക് അങ്ങനെ ഒരു സമ്മാനം നൽകാൻ വിരാടിന് കാലം സാവകാശം നൽകിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഉറപ്പിച്ചു, ഞാൻ കളിക്കും, കളിക്കളങ്ങളെ കീഴടക്കും. കാരണം അതൊരു സ്വപ്നമാണ്, എന്റെ അച്ഛന്റെ സ്വപ്നം. വിരാട് വീട്ടിലേക്ക് മടങ്ങി. ആ വൈകുന്നേരം അവനും സഹോദരനും ചേർന്ന് അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി അച്ഛന് വിട നൽകി. ആ ചിതയിൽ നിന്നാണ് ലോക ക്രിക്കറ്റിനെ എക്കാലത്തും ആഘോഷിക്കാൻ പാകത്തിന് ഒരു പ്രതിഭ പിറന്നത്. അച്ഛന്റെ ചാരത്തിൽ നിന്നാണ് ഇതിഹാസമായ അവൻ ഉയർത്തത്.